കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് കുറച്ച് സ്ത്രീകൾ തന്നെ അവർ മുടി വളരാനൊക്കെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, അതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു. അതുപോലെ ശത്രുദോഷം തീർക്കാനും അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇന്ന് ഗുരുവായൂരിൽ നല്ല തിരക്കാണ്. കൃഷ്ണൻ്റെ പിറന്നാളാണല്ലോ, അഷ്ടമിരോഹിണി ദിനത്തിൽ നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാ ഭക്തരും, ഗുരുവായൂരിലെത്തിയവരും എത്താൻ സാധിക്കാത്തവരൊക്കെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. ഞാൻ എന്തായാലും കാര്യത്തിലേക്ക് വരാം. ശരിക്കും നമ്മളെ ചൂലുണ്ടല്ലോ, നമ്മൾ വീട്ടിലൊക്കെ അടിച്ച് വരുന്ന ചൂല്, അപ്പോൾ അതിൻ്റെ വേറൊരു വശം, ശരിക്കും നമ്മൾ ചൂല് വാങ്ങിയിട്ട് വഴിപാട് ചെയ്യാം. അതല്ല, കുറച്ച് ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ പട്ട എടുത്ത് അതിന്ന് ഈർക്കൽ ചീന്തി, അതൊക്കെ കുറച്ച് വയസ്സായ ആളുകൾക്കൊക്കെയാണ് അറിയുണ്ടാവുള്ളൂ. ചൂലുണ്ടാക്കിയിട്ട് സമർപ്പിച്ചാൽ സ്ത്രീകൾക്ക് മുടി, അതുപോലെ തലയുടെ വ്യാധികളൊക്കെ മാറും, മുടി ഉണ്ടാവും എന്നുള്ളത് കുറച്ച് പഴയ ആളുകളൊക്കെ പറഞ്ഞു. അത് കാര്യമായിട്ട് അതുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രമിക്കാവുന്നതാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്താലും അതിന് ഉപകാരം കിട്ടും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അറിയാത്ത ആളുകൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക്. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ തെങ്ങും പട്ട എടുത്തിട്ട് ചൂലുണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. അതില്ലാത്തവർക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട്, ഈ പുറത്ത് കടകളിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ വേറൊന്ന് പറയാനുള്ളത്, ഏറ്റവും ഇതിപ്പോൾ പഴയ ആളുകൾക്കൊക്കെ അറിയുണ്ടാവും, നമ്മളെ കടുക് നിലത്ത് വീണ ഉരുണ്ടാൽ കലഹാണെന്ന്. അതിൻ്റെ ഒരു വേറെ വകഭേദമാണ്. നമ്മൾ ഗുരുവായൂരപ്പന് കടുക് സമർപ്പിച്ചാൽ നമ്മളെ ശത്രുവിൻ്റെ ദോഷം മാറിക്കിട്ടും, പിന്നെ വീട്ടിലെ കലഹം മാറിക്കിട്ടും. അതിനൊരു ഉത്തമ വഴിപാടാണ് കടുക് സമർപ്പണം. നമ്മൾ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് നടക്കിൽ, ആ ഗുരുവായൂരപ്പൻ്റെ നടയിൽ കടുക് സമർപ്പിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ചെയ്താൽ നമ്മളെ വീട്ടിലെ കലഹങ്ങൾ, ദാമ്പത്യ കലഹങ്ങളോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കലഹങ്ങളോ, ഏത് കലഹങ്ങളും, കൂട്ടുകാർ തമ്മിലുള്ള കലഹങ്ങളോ, ഉറ്റ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തെറ്റിയിട്ടൊക്കെ ഉള്ള ഇതുണ്ടാവുമല്ലോ, അതിനൊക്കെ ഒരു ശക്തമായ പ്രതിവിധിയാണത്. അപ്പോൾ എല്ലാ ശത്രുദോഷങ്ങളും, നമുക്ക് ഈ പറഞ്ഞ മാതിരി ആരെങ്കിലും ശത്രു ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ദോഷങ്ങൾക്കൊക്കെ, അവർ ചെയ്യുന്ന ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാൻ ഗുരുവായൂരപ്പന് കടുക് സമർപ്പിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ചേന, ത്വക്ക്, അതായത് ചൊറി അസുഖം, ചിരങ്ങ്, അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഉള്ളതാണ് സമർപ്പണം. ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും ഇത് രണ്ടും ഒന്ന് പരീക്ഷിച്ചു കൊള്ളുക. സ്ത്രീകളത് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. അപ്പോൾ മുടി വളരുമെന്നുള്ളത് ദൃഷ്ടാന്തം ആണ്. ഇവിടെ കുറച്ച് വയസ്സായ അമ്മമാരൊക്കെ അത് പറഞ്ഞു, അത് ശരി വെച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രമിക്കാവുന്നതാണ് എല്ലാ ഭക്തർക്കും. എന്തായാലും ഭഗവാന്റെ പിറന്നാളായ അഷ്ടമിരോഹിണി എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായിരിക്കട്ടെ, ദർശനം കിട്ടുന്ന ഒരു പ്രതീതി ഉണ്ടാവട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.